2026 ഫെബ്രുവരി 15 കുംഭമാസത്തിലെ കറുത്ത പക്ഷ ചതുർത്ഥി നാളിൽ നാം മഹാശിവരാത്രി ആഘോഷിക്കുകയാണ്. ലോകരക്ഷയ്ക്കായിട്ട് മഹാശിവൻ കാളകൂട വിഷം പാനം ചെയ്തതിൻ്റെയും പാർവതി ദേവിയുമായുള്ള വിവാഹത്തിൻ്റെയും സ്മരണ പുതുക്കുന്ന ദിനം. കേവലം ഒരു ആചാരം എന്നതിലുപരി നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ വെടിഞ്ഞ് ഈശ്വരനിലേക്ക് ഉണരാനുള്ള ഒരു യാത്രയാണിത്. നമുക്ക് ഈ ശിവരാത്രി വ്രതം എങ്ങനെ നല്ല രീതിയിൽ അനുഷ്ഠിക്കാം എന്ന് നോക്കാം. അതായത് ഫെബ്രുവരി 14 പ്രദോഷ ദിനത്തിൽ ഒരിക്കലോടെ വ്രതം ആരംഭിക്കാം. അന്നേ ദിവസം ആഹാരം പാടില്ല. അതുപോലെ തന്നെ പകലുറക്കം, എണ്ണ തേച്ചുള്ള കുളി, ഇതൊന്നും പാടില്ല. തലേ ദിവസത്തെ ആഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. തലേ ദിവസത്തെ ആഹാരമൊന്നും കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വ്രതം എടുക്കുന്നവർ ഭസ്മം നനച്ച് രാവിലെയും വൈകിട്ടും നെറ്റിയിൽ ചാർത്തണം. അത് മറക്കാതെ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ശിവരാത്രി ദിവസം നനച്ച് തന്നെ ഭസ്മം തൊടണം. പിറ്റേന്ന് ശിവരാത്രി ദിനത്തിൽ, അതായത് ഫെബ്രുവരി 15 ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് അതിരാവിലെ തന്നെ കുളിച്ച് ശുദ്ധമായിട്ട് ഓം നമഃശിവായ എന്ന് ജപിച്ച് ഭസ്മം നെറ്റിയിൽ തൊടണം. ഭസ്മം നനച്ച് തൊടുന്ന സമയത്ത് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മനസ്സിൽ ഓം നമഃശിവായ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മൾ നെറ്റിയിൽ ഭസ്മം ചാർത്തേണ്ടത്. ശേഷം നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തുക. നിർമ്മാല ദർശനം കാണാൻ സാധിച്ചാൽ അതിൽ പരം പുണ്യം വേറെ ഇല്ല. പറ്റുമെങ്കിൽ അതിരാവിലെ തന്നെ ക്ഷേത്ര ദർശനം നടത്താൻ ശ്രമിക്കുക. ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ് വേണ്ടത്. ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം എടുക്കുക കേട്ടോ. ലഘുഭക്ഷണം കഴിക്കാം. അതായത് നമുക്ക് പൂർണ്ണ ഉപവാസം എടുക്കാൻ സാധിക്കാത്തവർ, പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ ലഘുഭക്ഷണം കഴിക്കാം. വേണമെങ്കിൽ ക്ഷേത്രത്തിലെ വെള്ള നിവേദ്യം കഴിക്കാം. അതുപോലെ കരിക്കൊക്കെ കഴിക്കാം. പക്ഷേ നമ്മൾ ഓവറായിട്ട് അധികമായിട്ട് കഴിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള ചെറിയ ചെറിയ ആഹാരങ്ങൾ നമുക്ക് ലൈറ്റായിട്ട് കഴിക്കാം. ഫ്രൂട്ട്സ്, ജ്യൂസ്, ചെറിയ ചെറിയ നട്ട്സൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ആഹാരം കഴിക്കാൻ സാധിക്കാത്തവർ അത് കഴിക്കാം. അതല്ല, പൂർണ്ണ ഉപവാസം എടുക്കാൻ സാധിക്കുന്നവർ നമുക്ക് അങ്ങനെയും വ്രതം എടുക്കാം. ശിവരാത്രി ദിവസം ദാനം കൊടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അത് ഏറ്റവും നല്ലൊരു പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അന്നേ ദിവസം വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ സാധിച്ചാൽ അതിൽ പരം പുണ്യം വേറെ ഇല്ല. കൂടാതെ ഭഗവാൻ ഇഷ്ടപ്പെട്ട കൂവളം നനയ്ക്കുന്നതും അത് നന്നായിട്ട് പരിപാലിക്കുന്നതൊക്കെ അന്നേ ദിവസം നല്ലതാണ്. അന്നേ ദിവസം വൈകുന്നേരം നിങ്ങൾ ശിവക്ഷേത്രത്തിലെ ദീപാരാധന തൊഴുന്നത് നല്ലതാണ് കേട്ടോ. അന്നേ ദിവസം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലുക. രാത്രി പൂർണ്ണമായിട്ട് ഉറക്കമൊഴിച്ച് വേണം നമ്മൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ. അതായത് പിറ്റേ ദിവസം ഫെബ്രുവരി 16 അതിരാവിലെ തന്നെ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുന്നതൊക്കെ നല്ലതാണ്. രാവിലെ ക്ഷേത്ര ദർശനം നടത്തുന്നതിന് ശേഷം അവിടുത്തെ അമ്പലത്തിൽ തീർത്ഥം സേവിച്ച് നിങ്ങൾക്ക് വ്രതം വീടാവുന്നതാണ്. അന്നേ ദിവസം പകലുറക്കം പാടില്ല. പക്ഷെ നമുക്ക് അന്നേ ദിവസം ശിവരാത്രിയുടെ അന്ന് പിറ്റേ ദിവസം 16 നമുക്ക് പകലുറക്കം പാടില്ല. അതുപോലെ വൈകുന്നേരം നമുക്ക് രാത്രി ഉറങ്ങാവുന്നതാണ്. ശിവപ്രീതിക്കായിട്ട് നമ്മൾ ഭഗവാന് അന്നേ ദിവസം ചെയ്യേണ്ട വഴിപാടുകളുണ്ട്. ശിവന് ഏറ്റവും പ്രിയപ്പെട്ട അഭിഷേകമാണ്. നമുക്ക് പാല് കൊണ്ടോ നെയ്യ് കൊണ്ടോ ഇളനീർ കൊണ്ടോ ഒക്കെ നമുക്ക് ഭഗവാന് അഭിഷേകം നടത്താം. അത് രോഗശാന്തിക്കും ഐശ്വര്യത്തിനൊക്കെ വളരെ ഉത്തമമാണ്. അതുപോലെ ധാര, മനസ്സിനും ശരീരത്തിനും കുളിർമയേകാൻ ജലധാരയോ ഇളനീർ ധാരയോ നടത്താം കേട്ടോ. പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് പിൻവിളക്ക്. പാർവതി പരമേശ്വരൻ്റെ പ്രസാദത്തിനായിട്ട് ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കൊളുത്തുന്നതും കുടുംബ സൗഖ്യത്തിനും വിവാഹ തടസ്സം മാറാനൊക്കെ പിൻവിളക്ക് കത്തിക്കുന്നതും നല്ലതാണ്. അന്നേ ദിവസം നമുക്ക് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ജലധാര വഴിപാട് നടത്തുന്നത് നല്ലതാണ്. മനസ്സിന് ശാന്തി ലഭിക്കാനും ദേഷ്യം കുറയ്ക്കാനും ജലധാര ഉത്തമമാണ്. അതുപോലെ ക്ഷീരധാര, കുടുംബത്തിൽ ഐശ്വര്യം വരാനും വിദ്യാ തടസ്സം മാറാനും പാല് കൊണ്ട് അഭിഷേകമൊക്കെ നടത്തുന്നത് നല്ലതാണ്. അതുപോലെ ഇളനീർ ധാര, ശാരീരികമായ അസുഖങ്ങൾ മാറുന്നതിനും ആരോഗ്യത്തിനും ഇളനീർ അഭിഷേകം നടത്തുന്നത് വളരെ വിശേഷമാണ്. ഏറ്റവും നല്ലൊരു കാര്യം മൃത്യുഞ്ജയ ഹോമമാണ്. അകാല മൃത്യു ഒഴിവാക്കാനും മാറാരോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനൊക്കെ നമുക്ക് ശിവരാത്രി നാളിൽ മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലിയുള്ള ഹോമം നടത്തുന്നത് അതീവ ഫലപ്രദമാണ് കേട്ടോ. അതുപോലെ കൂവളമാല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശിവൻ്റെ 3 കണ്ണുകളെ സൂചിപ്പിക്കുന്നതാണ് കൂവളത്തില. ഈ ഒരു കൂവളമാല ഭഗവാന് സമർപ്പിക്കുന്നത് 3 ജന്മങ്ങളുടെ പാപങ്ങളെ നശിപ്പിക്കുമെന്നാണ് വിശ്വാസം. ശിവരാത്രി വ്രതം നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഉപവാസം, പിന്നെ അതുപോലെ തന്നെ ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലുന്നത്, പിന്നെ പഞ്ചാക്ഷരി മന്ത്രം, ഭസ്മധാരണം, ഇതെല്ലാം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ദാനധർമ്മങ്ങൾ, ശിവരാത്രി നാളിൽ പാവപ്പെട്ടവർക്ക് നിങ്ങൾക്ക് ഒരു നേരത്തെ അന്നദാനം, വസ്ത്രധാരണമോ ചെയ്യുന്നതൊക്കെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങളെല്ലാം ചൊല്ലി ഈ വ്രതം പൂർണ്ണമായിട്ട് എടുക്കാൻ സാധിച്ചാൽ അത്രയേറെ പുണ്യം വേറെ ഒന്നും. പലരുടെയും സംശയമാണ്, നമ്മളിപ്പോൾ ശിവരാത്രി വ്രതം അതായത് നമുക്ക് ആർത്തവ സമയത്തോ അശുദ്ധി അല്ലാത്ത സമയത്ത്, അതായത് പുലവാലായ്മ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് വ്രതം നോൽക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്.
അപ്പോൾ നമുക്കറിയാമല്ലോ ഈ ഹൈന്ദവ ആചാരങ്ങൾ പറയുന്നത് അതായത് നമ്മൾ ശിവരാത്രി വ്രതം നോക്കാൻ പാടില്ല എന്നാണ്. അതായത് പുലയുള്ളപ്പോഴാണെങ്കിലും ആർത്തവ സമയമൊക്കെ ആണെങ്കിലും അശുദ്ധിയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശിവരാത്രി വ്രതം എടുക്കാൻ പാടില്ല. വ്രതം എടുക്കാമെന്ന് ചോദിച്ചാൽ ആർത്തവ സമയത്ത് ശരീരത്തിന് അശുദ്ധി ഉള്ളതിനാൽ വ്രതാനുഷ്ഠാനങ്ങൾ പാടില്ലെന്നാണ് വിധി. ഈ സമയത്ത് നിങ്ങൾക്ക് ക്ഷേത്ര ദർശനമോ വിഗ്രഹങ്ങൾ തൊടാനോ വിളക്ക് കൊളുത്തി പൂജിക്കാനോ ഒന്നും പാടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ വ്രതം തുടങ്ങുകയും അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് പീരീഡ്സ് ആവുകയും ചെയ്താൽ വ്രതം അവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇതിൽ മാനസികമായിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് സ്വാഭാവികമായിട്ടുള്ള ശാരീരിക പ്രക്രിയ മാത്രമാണ്. അപ്പോൾ വ്രതം മുറിഞ്ഞ് ദോഷമായിട്ടൊന്നും വരില്ല. ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ അതുപോലെ വീട്ടിലിരുന്ന് നല്ല രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷേത്രത്തിൽ പോകാനോ വ്രതം നോൽക്കാനോ കഴിയില്ലെങ്കിലും മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിക്കുന്നതിന് തടസ്സമില്ല. നമുക്ക് മന്ത്രങ്ങൾ ജപിക്കാം. അന്നേ ദിവസം നിങ്ങൾക്ക് പറ്റുന്ന അത്ര ഓം നമഃ ശിവായ പോലുള്ള മന്ത്രങ്ങൾ മനസ്സിൽ ജപിക്കാം. സ്തോത്രങ്ങൾ കേൾക്കാനും പറ്റും. ശിവപുരാണമോ ശിവസ്തോത്രങ്ങളോ ഒക്കെ കേൾക്കുന്നതിലൊന്നും തെറ്റില്ല. ആർത്തവം കഴിഞ്ഞിട്ട് 7 ദിവസത്തിന് ശേഷം ശുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് വ്രതം എടുക്കാം. ശുദ്ധി പൂർണ്ണമല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് മാത്രം വ്രതം എടുക്കുക കേട്ടോ. വ്രതത്തിനിടയിൽ ആർത്തവം ഉണ്ടായാൽ വ്രതം അവിടെ വെച്ച് നിർത്തുക. അതിൽ വിഷമിക്കേണ്ടതൊന്നുമില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ കുടുംബത്തിൽ മരണമൊക്കെ നടന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കുടുംബത്തിൽ മരണം നടന്ന് 1 വർഷം കഴിയണമെന്ന് നിർബന്ധവും ഇല്ല. പൂല കഴിഞ്ഞ് സാധാരണ 16 അല്ലെങ്കിൽ ദിവസം ചിലയിടങ്ങളിൽ 41 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ്. പിന്നെ ശിവരാത്രിയിൽ രാത്രിയിലെ യാമപൂജകൾ ക്ഷേത്രത്തിൽ പോയി തൊഴുന്നൊക്കെ വലിയ പുണ്യമാണ്. അതുപോലെ എള്ള് കിഴി സമർപ്പണം, ശനിദോഷം പിതൃദോഷമൊക്കെ മാറുന്നതിന് ശിവക്ഷേത്രത്തിൽ എള്ള് കിഴി സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് കേട്ടോ. പലർക്കും സംശയമുള്ള കാര്യമാണ് ഉറക്കം വിളിക്കേണ്ടത് എപ്പോഴാണ്. ശിവരാത്രി വ്രതത്തിൻ്റെ രാത്രിയിലാണ് ഉറക്കം വിളിക്കേണ്ടത്. ഇത് ശിവരാത്രി ദിവസമാണ് ചെയ്യേണ്ടത് കേട്ടോ, തലേ ദിവസമല്ല. പിന്നെ ആരോഗ്യ പ്രശ്നമുള്ളവർ, ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ കാരണം രാത്രിയൊക്കെ ഉറക്കം വിളിക്കാൻ കഴിയാത്തവർക്ക് ഉറങ്ങാവുന്നതാണ്. പ്രശ്നം മോശമായിട്ടുള്ളവർ മാത്രമാണ് ഉറങ്ങാൻ സാധിക്കില്ലെന്ന് പറഞ്ഞത് കേട്ടോ. അതല്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറക്കം ഒഴിയണം, എന്നാലാണ് പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ. വ്രതത്തിനിടയിൽ അറിയാതെ ഉറങ്ങിപ്പോയാൽ അത് ദോഷമൊന്നുമല്ല. നമുക്ക് ശിവരാത്രി രാത്രിയിലെ യാമപൂജകളൊക്കെ ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് വളരെ പുണ്യമാണ്. എന്നാൽ അതിന് സാധിക്കാത്തവർ വീട്ടിലിരുന്ന് ഭഗവാനെ സ്മരിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ വ്രതം മുറിക്കാനായിട്ട് ക്ഷേത്രത്തിൽ തന്നെ പോകണമെന്നുമില്ല. പിറ്റേ ദിവസം രാവിലെ തുളസി തീർത്ഥമോ ഓം നമഃ ശിവായൊക്കെ ചൊല്ലിയിട്ട് നമുക്ക് ശുദ്ധജലമോ ഒക്കെ കഴിച്ച് വ്രതം മുറിക്കാവുന്നതാണ്. അതുപോലെ പിതൃദോഷം മാറാനായിട്ട് ശിവന് എള്ളുകിഴി സമർപ്പിക്കുന്ന അന്നേ ദിവസം ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അന്നേ ദിവസം ഭഗവാന് കൂവളമാല ചാർത്തുന്നത് ജന്മാന്തര പാപങ്ങളിൽ നിന്നും മുക്തി നൽകുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വഴിപാടുകളൊക്കെ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെയ്യുക. അത്രയേറെ ശ്രേഷ്ഠമാണ് അന്നേ ദിവസം ഭഗവാന് നമ്മളിതുപോലെ വഴിപാടുകൾ ചെയ്യുന്നത്. രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് നമ്മൾ ഓം നമഃ ശിവായ എന്ന മന്ത്രം ജപിക്കണം. രാത്രിയിൽ 4 യാമങ്ങളിൽ നടക്കുന്ന പൂജകൾ ദർശിക്കുന്നതൊക്കെ വഴി വ്രതം പൂർണ്ണമാകുന്നു. അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് നിങ്ങൾ ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാരണ വ്രതം അവസാനിപ്പിക്കാം. അപ്പം നല്ല രീതിയിൽ നമുക്ക് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കും. ശിവരാത്രി ദിവസം പകൽ ഉറങ്ങുന്നത് വ്രതഫലം ഇല്ലാതാക്കും കേട്ടോ. അന്നേ ദിവസം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അരിയാഹാരം കഴിക്കുന്നത് ഈ ദിവസം കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നു. പിന്നെ അതുപോലെ മത്സ്യമാംസാദികൾ പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കണം. സസ്യബുക്കായിരിക്കണം. ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കണം. പിന്നെ ക്രോധവും പരദൂഷണവും. മനസ്സ് ശാന്തമായിരിക്കണം. ആരെയും ശപിക്കുന്നതോ മോശമായി സംസാരിക്കാനൊന്നും പാടില്ല. ശിവക്ഷേത്രത്തിലെ പൂർണ്ണ പ്രദക്ഷിണം പാടില്ല. ഹോമതീർത്ഥം, അതായത് ജലം ഒഴുകുന്ന വഴി മുറിച്ച് കടക്കാതെ തിരിച്ചു വരികയാണ് വേണ്ടത്. അത് നമ്മൾ അറിയാലോ, ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്ന രീതി. അത് തെറ്റാതെ അന്നേ ദിവസം ചെയ്യണം. ഭഗവാൻ ശിവൻ വെറൊരു ദൈവമല്ല, അത് നമ്മുടെ വലിയൊരു ഊർജ്ജമാണ്. ഈ ഊർജ്ജത്തെ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കുന്ന രാത്രിയാണ് ശിവരാത്രി. 2026 ഫെബ്രുവരി 15 നമുക്ക് ഭക്തിയോടെ ഭഗവാനെ സ്മരിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ലോകത്തിലെ മുഴുവൻ നന്മയ്ക്കായിരിക്കട്ടെ. കേരളത്തിലെ ശിവരാത്രി ആഘോഷങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നത് നമ്മുടെ ആലുവ മണപ്പുറമാണ്. പെരിയാറിൻ്റെ തീരത്തുള്ള ഈ ക്ഷേത്രത്തിലെ ശിവരാത്രി ദിവസം ലക്ഷക്കണക്കിന് ഭക്തർ എത്തുന്നുണ്ട്. ഇവിടെ ഭഗവാനെ നിശ്ചിത തറയൊന്നും ഇല്ല, ശ്രീകോവിലും ഇല്ല എന്നതാണ് ഒരു പ്രത്യേകത. ബലിതർപ്പണം മെയിനായിട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ. ശിവരാത്രിക്ക് ശേഷം പിറ്റേ ദിവസം പുലർച്ചെ പ്രതികൾക്കായിട്ട് ബലിതർപ്പണം നടത്തുന്നത് ഇവിടുത്തെ വലിയൊരു ചടങ്ങാണ്. അതുപോലെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വൈക്കം ക്ഷേത്രത്തിലും ശിവരാത്രി വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്നു. ഇവിടുത്തെ വൈക്കത്തപ്പൻ അതിശക്തനായ ഒരു ദൈവമാണ് വിശ്വസിക്കപ്പെടുന്നത്. ശിവരാത്രി ദിവസം വൈക്കത്തപ്പന് ദർശനം നടത്തുന്നതൊക്കെ അതീവ പുണ്യമാണ്. മംഗളകാരിയാണ് ഭഗവാൻ ശിവൻ. തൻ്റെ ഭക്തരെ രക്ഷിക്കാൻ വേണ്ടി കാളകൂട വിഷം പോലും സ്വയം കുടിച്ച കരുണാനിധിയായ നീലകണ്ഠൻ. ശിവനും പാർവതിയും ദേവിയിലുള്ള വിവാഹം നടന്നതും ഭഗവാൻ ലിംഗരൂപയായി രക്ഷപ്പെട്ടതും ഈ ദിനത്തിലാണ് വിശ്വസിക്കപ്പെടുന്നു. ശിവരാത്രി നാളിൽ നാം ഭഗവാനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ ശിവരാത്രി വ്രതം പുണ്യകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആത്മീയ അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ മറക്കണ്ട, ഫെബ്രുവരി 15 ആണ് നമ്മുടെ ശിവരാത്രി വ്രതം. തലേ ദിവസം തന്നെ വ്രതം എടുക്കാൻ ശ്രമിക്കുക. പൂർണ്ണമായിട്ട് വ്രതമൊക്കെ എടുത്ത് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്.